പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നയന ബാഗ് കാറിനകത്ത് വെച്ചിട്ട് ഇറങ്ങി പോരുകയാണ് കേട്ടോ. ആ ബാഗും എടുത്തിട്ട് നേരെ ആദർശ് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അവിടെ എല്ലാവരും നിൽക്കുന്നത് കാണാണ്. ഈ കാഴ്ച കണ്ടിട്ട് ദേവയാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. ആദർശാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. നയനയുടെ കയ്യിൽ ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ജോലിക്കാരിയെ വിളിക്കാൻ കേട്ടോ, മീനാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയുടെ കയ്യിൽ ബാഗ് കൊടുത്തിട്ട്, ഇവിടെ ആരും മഹാറാണിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അവരവരുടെ സാധനങ്ങൾ അവരവരെ എടുത്തുകൊണ്ട് വരണം. ഇത് വേറെ ആരെങ്കിലും കൊണ്ടുവരുന്നു വിചാരിച്ചിട്ട് കാറിനകത്ത് വെച്ചതാണോ, കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നേരെ കൊണ്ടുപോയിട്ട് നയനയുടെ കൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് ദേവയാനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാവാണ്. അതിനിടയ്ക്ക് ജലജ ഇങ്ങനെ ചിരിക്കുന്ന രീതിയിൽ കാണിക്കും കൂടി ചെയ്തപ്പോൾ ദേവയാനി ആകെ പെട്ട അവസ്ഥയിലാവുകയും ദേവയാനി അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നയന എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊണ്ടുവരാണ് കേട്ടോ. ആദ്യം കൊണ്ടുപോയിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അത് മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ദേവയാനി പറഞ്ഞ കാര്യം ഓർക്കുന്നത്. അവള് വീട്ടിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. ചായ എടുക്കാത്തത് കണ്ടിട്ട് നയന മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മുത്തശ്ശി എന്നുള്ള കാര്യം. മുത്തശ്ശി ഒന്നും കേൾക്കാത്തത് മാതിരി അവിടുന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുത്തശ്ശി എന്ന് പറഞ്ഞ് നയനെ വിളിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി നിൽക്കാതെ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് ദേവയാനിക്ക് അരികിലേക്ക് ചെന്നിട്ട് ചായ കൊടുക്കുകയാണ്. ദാ ചായ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ദേവയാനി ജാനകി എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെയുള്ള ജോലിയെല്ലാം നമ്മൾ തന്നെ ചെയ്തോളൂ എന്നുള്ള കാര്യം വന്നു കയറിയ അവളോട് പറഞ്ഞില്ലേ, പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞേക്ക്, ഇനി ഈ പരിപാടിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ജലജയുടെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ജലജ അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് നവ്യയ്ക്ക് അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചായ. നവ്യ അവിടുന്ന് എണീറ്റ് പോവാണ്. തുടർന്ന് ദേവയാനിയും പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെയുള്ളത് ജാനകി മാത്രമാണ് കേട്ടോ. ജാനകിയുടെ അരികിലേക്ക് നയന വരുമ്പോൾ ജാനകി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ എൻ്റെ അരികിലേക്കാണല്ലോ നയനമോൾ വരുന്നത്, അവളെ ഞാൻ എന്ത് പറഞ്ഞിട്ട് പറഞ്ഞയക്കും എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുകയാണ്. നയന അരികിലേക്ക് എത്തുമ്പോഴേക്കും ഫോണിൽ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് എണീറ്റ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് നയനയ്ക്ക് മനസ്സിലാവാണ് എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്യാണ് എന്നുള്ള കാര്യം. ഇനി എന്നോട് ആരും മിണ്ടാൻ പാടില്ല എന്നുള്ള ഉത്തരവ് അമ്മ ഇറക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നു എന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ അനി ബൈക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ വരാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ അരികിൽ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അത് മറ്റെങ്ങോട്ടും അല്ല പോയത്, അവൻ്റെ ആരാധികയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അവൾ വരാത്തത് കൊണ്ട് ആകെ ചമ്മി നാറിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴാണ് നന്ദുവിന് ആ ബൈക്ക് അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ബൈക്ക് ലേലത്തിൽ വിൽക്കാൻ വേണ്ടി പോവുകയാണ്. 5000 രൂപയാണ് സ്റ്റാർട്ടിങ്, നിങ്ങൾ മേലെ വിളിച്ചോളാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിൻ്റെ ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറയാൻ കേട്ടോ. ഇനിയും മേലെ വിളിക്കാൻ വേണ്ടി പറയുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നത്. എന്താ നീ ഈ പറയുന്നത്, മേലെ വിളിക്കാൻ വേണ്ടിയിട്ട്? പിന്നെ അല്ലാതെ നടുറോട്ടിലിട്ട ബൈക്ക് ഇവിടെ ഇട്ടിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് ഞാൻ ലേലം ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണേ. എൻ്റെ ബൈക്ക് നീ ലേലം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു എന്ന് നന്ദുവിൻ്റെ അടുത്ത് അനി ചോദിക്കുമ്പോൾ ആളുകളെല്ലാവരും പറയുന്നുണ്ട്, 2000-3000 വേണമെങ്കിൽ കൂടുതൽ തരാം, ബൈക്ക് താ എന്നുള്ള കാര്യം. ഇത് എൻ്റെ ബൈക്കാണ്, ആർക്കും കൊടുക്കുന്നില്ല, ഇവിടെ ചുമ്മാ പറഞ്ഞതാണ്, എല്ലാവരും പോ എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി വിടുകയാണ് കേട്ടോ അനി ചെയ്യുന്നത്. തുടർന്ന് പോയ കാര്യം എന്തായി എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, അതൊരു ശോക കഥയാണ് എന്നുള്ള കാര്യം കേട്ടോ. അനാഗ്മികയെ കാത്തു നിന്നിട്ട് വേറൊരു പെൺകുട്ടിയാണ് വന്നത്, അവളാണെങ്കിൽ കല്യാണം കഴിച്ചവളാണെന്നൊക്കെ പറയുകയാണേ. ഇവിടെ ഒരാളെ നടുറോട്ടിൽ നിർത്തിയിട്ട് പോയതല്ലേ, അപ്പം മറ്റുള്ളവരുടെ ശോകം മനസ്സിലാവാത്ത നിനക്ക് ഈ ശോകം തന്നെ വരും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മെക്കാനിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ, നമുക്ക് ഓട്ടോയിൽ പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്നത് നയന കിച്ചണിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ. ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പം നയന അത് കാണുകയും അരികിലേക്ക് ചെന്നിട്ട്, എന്താ ചെറിയമ്മേ, എന്താ പ്രശ്നം, എന്താ ആരും എന്നോട് മിണ്ടാത്തത്, ഒന്ന് എന്തെങ്കിലും വെച്ചാൽ പറ, എനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്, എല്ലാവരും എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കണ്ടിട്ടെന്നൊക്കെ പറയുകയാണേ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ നയന. ഇത് കേട്ടിട്ട് ജാനകി പോയിട്ട് ഒരു പേപ്പറിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദേവയാനി ആരെടുത്തും സംസാരിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, അത് മറികടന്ന് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെ. തുടർന്ന് നയന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ജലജ വരുന്നത്.
എന്താ നിന്റെ അടുത്ത് ഇവിടെ ആരും സംസാരിക്കാത്തത് കൊണ്ട് നീ വിഷമിച്ചിരിക്കുവോ അല്ലേ? എന്തായാലും ദേവയാനി ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് ആരടുത്തും സംസാരിക്കരുത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നീ വേറൊരു പാവാണ്. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് പാവം പോലെ തോന്നുന്നത്. നിന്റെ വിഷമം മുഖത്ത് കാണിക്കാത്ത രീതിയിൽ അടക്കി പിടിച്ചു നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം കണ്ടിട്ട്. ഇനി നിനക്ക് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, നിന്റെ അമ്മായിമ്മ പറയുന്നത് കേട്ടും കൊണ്ട് ഒതുങ്ങി കൂടിയിട്ട് ഇവിടെ കഴിയുക, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഓടിപ്പോകുക, എല്ലാം വിട്ടിട്ട്. ഇതിൽ ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ ആകെ 2 ഓപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഗാന്ധിജി നിരാഹാര സമരം നടത്തിയിട്ട് ഇവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുപരിയായിട്ട് എനിക്കെന്താ ഈ വീട്ടില് ഇതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? ആര് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാന് മിണ്ടാതിരുന്നിട്ട് ഇതിനെ എതിർത്ത് പോരാടും. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. അതിനു വേണ്ടിയിട്ടുള്ള ആയുധം എന്താന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ നയന. തുടർന്ന് നയനയാണെങ്കിൽ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ആദർശ് ഭയങ്കരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നയനയുടെ അടുത്ത് പറയാനുള്ള മടി കൊണ്ട് ജ്വല്ലറി ഡിസൈൻസിൽ അവര് കറക്ഷൻ ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നയന അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വരുമ്പോൾ ആദർശ് തടഞ്ഞു നിർത്തിയിട്ട് അത് നോക്കണ്ട എന്നുള്ള രീതിയിൽ കൈകൊണ്ട് മാറിപ്പോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വന്ന് എന്നെ എന്തിനാ തടയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ പോ എന്നുള്ള രീതിയിൽ കൈകൊണ്ട് കാണിക്കാന്നല്ലാണ്ട് സംസാരിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നയന അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് പേപ്പർ മടക്കി വെച്ചതിന് ശേഷം നേരെ ചെന്നിട്ട് ചെറിയൊരു സ്ക്രിബ്ലിംഗ് പാഡിനകത്ത് എഴുതിയിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഞാൻ എന്താ വരയ്ക്കുന്നതെന്നുള്ള കാര്യം നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന് കേട്ടോ. അത് കഴിഞ്ഞ് നയനയാണെങ്കിൽ വേറെ പേപ്പറിനകത്ത് എഴുതി ഒട്ടിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന്. പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്കെന്താ, നീ നിന്റെ പണി നോക്കുക എന്നാണ് അടുത്തതായിട്ട് ഒട്ടിച്ചു വെക്കുന്നത് ആദർശ്. അങ്ങനെ 2 പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് പകരം വാക്കേറ്റം മാതിരി പേപ്പറിനകത്ത് എഴുതി ഒട്ടിച്ചിട്ട് ഭിത്തി മൊത്തം ഒട്ടിച്ചു വെക്കുകയാണ്. അവസാനം ആദർശ് ഒട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സ്ഥലമില്ല. ഇത് കണ്ടിട്ട് നയനയ്ക്ക് ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അവസാനം ചിരി കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ആദർശ് നെറ്റിയിൽ കൊണ്ടെങ്ങാണ്ട് ഒട്ടിച്ചു വെക്കുകയാണ് കേട്ടോ നയനയുടെ. അതിനകത്ത് എഴുതിയിരുന്നത് മറ്റൊന്നുമല്ല, നീ എത്ര ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ പ്രശ്നമെന്ന് ഞാൻ നിന്റെ അടുത്ത് പറയില്ല, കാരണം നീ അത് അറിയേണ്ട ആവശ്യമില്ല. ഇത് കണ്ടിട്ട് നയന മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പോവാണ് കേട്ടോ. അവിടുന്ന് നേരെ പോയിട്ട് പവിത്രയുടെ ഫോണിലേക്കാണ് കേട്ടോ വിളിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ബോസിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് മാം, അവർ കറക്ഷൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ഒറിജിനൽ ഫയൽ ചോദിച്ച സമയത്ത് മാഡത്തിൻ്റെ കയ്യിലുള്ളതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഇനി നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് എന്നുള്ള കാര്യം കൂടി പറയാണ്. മാഡം ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പം അതാണല്ലേ പ്രശ്നം. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് സംസാരിക്കാൻ മടി. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കറക്ഷൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ചോദിക്കാനും പറ്റില്ലല്ലോ. ഓ, അതുകൊണ്ടായിരിക്കും സാറ് ഡിസൈനറായിട്ട് അവതാരം എടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാൽ ഞാനും കാണിച്ചു തരാം എന്ന് നയന പറയാണ്. അങ്ങനെ ആദർശിന് നല്ലൊരു പണി കൊടുക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡും കൂടി അവസാനം